മോഹൻലാലായിട്ടുള്ള അസോസിയേഷൻ കുറേ ഹിറ്റ്സ് ഒക്കെ ഡെലിവർ ചെയ്തത് എങ്ങനെയായിരുന്നു വർക്കിംഗ് ആ സമയത്ത്? വളരെ കംഫർട്ടബിളാണ്. മോഹൻലാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. വേറെ നമുക്കൊരു ഒട്ടും സ്ട്രെയിൻ തരാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തിരിച്ച് തരുന്ന ആക്ടർ കൂടെയാണല്ലോ. സമയത്ത് പറഞ്ഞൊരു മോഹൻലാൽ എഫേർട്ട്ലെസ് ആക്ടറാണ്, കൂടുതൽ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്ത. പക്ഷേ ഈ കമലദളം പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ഡാൻസറായിട്ട് മാറാൻ കുറേ ശ്രമിച്ച് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പോലും ഞാൻ എഴുതി വായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പ്രോസസ്സ്? ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷനായിരുന്നത്, മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് കഥയൊന്നും പറഞ്ഞില്ല. നമ്മൾ അന്ന് ലോഹിതദാസും വേറൊരു പടത്തിൻ്റെ തിരക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരികയായിരുന്നു. വന്നു കഴിഞ്ഞ് ഞങ്ങളുള്ളപ്പോൾ ലാലിങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തുടങ്ങണം, ഡേറ്റായി അവർക്ക് ഈ തിയേറ്റർ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ജനുവരിയിലെങ്കിലും അത് തുടങ്ങിയാലേ തീരുള്ളൂ. അപ്പോൾ ജോഹി എന്ന ആധാരം എന്ന് പറയുന്നൊരു സിനിമ അവിടെ ഷൂട്ട് നടക്കുകയാണ് വേറൊരു ഡയറക്ടർ. അപ്പോൾ ഞാനാണ് ആധാരം ചെയ്യേണ്ടത്. അത് എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാനൊരു പുതിയ ഡയറക്ടറെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ജോർജ് കത്തൂനെ ഞാനാണ് അതിനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആളായതുകൊണ്ട് ലോഹിക്ക് അവിടെ കൂടെ നിൽക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ലാല് ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ വരാത്ത കഥ അയ്യോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ ലോഹിയെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ കഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ മദ്രാസിൽ കുറച്ച് ദൂരെ പോയിട്ട് അവിടെ ഈ ESR റോഡിൽ ഒരു ഹോട്ടലിൽ പോയി, ദൂരെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുകയായിരുന്നു. അപ്പം പുള്ളി ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റ്, അപ്പോൾ കഥയൊന്നുമില്ല, 2 ദിവസം വെറുതെ ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, അതൊരു സിനിമയാവുമെന്ന് പറഞ്ഞു, നമുക്ക് ആക്കാമെന്ന് പറഞ്ഞു. ആ സ്വപ്നം കണ്ടത് കർണാടകയിൽ ഉണ്ടായ ഒരു പ്രശസ്തനായ ഒരു റൈറ്റർ, ഫിലിം മേക്കറാണ്. ഒരു ഡ്രാമ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പേര് ഓർമ്മ വരുന്നില്ല, PV കാരന്തല്ലല്ലോ, ആരോ ഒരു അത്ര വലിയ പ്രൊമനൻ്റ് ആയിട്ടുള്ള, അന്ന് വലിയ കോൺട്രവേഴ്സ്യലായിട്ടുള്ള അയാളുടെ ഭാര്യയുടെ മരണത്തിൻ്റെ പേരിൽ ഇയാൾ കുറ്റാരോപിതനായി തീർന്നിരുന്നു. ഈ റൈറ്ററോ, ഈ സെലിബ്രിറ്റി റൈറ്ററാണ്, ആരാണോ ഒരു സ്റ്റേജിൻ്റെ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതായിരിക്കാം പുള്ളിക്ക് സ്വപ്നത്തിൽ അത്തരത്തിലൊരു കാരണം, ഒരു സിമിലറായിട്ടുള്ളൊരു സ്വപ്നമുണ്ടായി. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അത് എന്നൊരു ഭാര്യയുടെ മരണത്തിൻ്റെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന ഒരു തോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ രൂപപ്പെട്ട് വന്ന് ആ കഥ ഈ ഡാൻസും കാര്യങ്ങളും കലാമണ്ഡലവും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ലാല് കഥയൊന്നും അറിയത്തില്ല. ഷൂട്ടിങ്ങിൻ്റെ ഞങ്ങളവിടെ ഒറ്റപ്പാലത്ത് പോയി താമസമായി, ഷൂട്ടിങ്ങിൻ്റെ സെറ്റിടലൊക്കെ നടക്കുന്നു. ഒരു ദിവസം രാവിലെ ലാല് ഷൂട്ടിങ്ങിനായിട്ട് വന്നു, തലേ ദിവസം രാവിലെ വന്ന് നേരെ ഞങ്ങളുടെ മുറി വന്നിട്ട് ചോദിച്ചു, എന്താ കഥയെന്ന് ചോദിച്ചു. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ ലാലു അയ്യോ എനിക്കിത്ര ഡാൻസൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഭയങ്കര ക്ലാസിക്കലായിട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യും, ഞാൻ ഇത് ഇയാൾ ഭയങ്കര മാസ്റ്ററായിട്ടാണ് പഠിപ്പിക്കുന്ന ആളാണ് ഇയാൾ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്, ഞാനങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ നമുക്ക് പഠിക്കാം, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അയ്യോ ഇതിപ്പോൾ ഇങ്ങനെ സമയമില്ലല്ലോ, നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ പറയാണ്ട് ഇപ്പോഴല്ലേ ഇത് ഉണ്ടായി വരുന്നത് നമ്മുടെ കയ്യിൽ. അപ്പം പുള്ളി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നട്ടുവം പരമശിവൻ ഉണ്ട്, അദ്ദേഹത്തെ തിരുവനന്തപുരത്താണ് നട്ടുവം പരമശിവൻ ഉള്ളത്, അദ്ദേഹമായിട്ട് പരിചയമുണ്ട്, അദ്ദേഹത്തെ വരുത്താം, അദ്ദേഹം സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ സഹായിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ വിളിച്ച് വരുത്തുകയായിരുന്നു. നട്ടുവം പരമശിവൻ അവിടെ നിന്ന് വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ച്, ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരും. ഞാൻ ലോഹിയല്ല, ക്യാമറാമാന് മുരളി, അങ്ങനെ കുറേ പേര്, വേണുചേട്ടൻ. അവർ രാവിലെ ഞങ്ങൾ ഉണരുന്നത് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഈ ഡാൻസിൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. 4 മണിക്ക് എണീറ്റ് അദ്ദേഹം ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്താണ്. പിന്നെ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചങ്ങ് ചെയ്യുകയാണ്. ആ കാലത്ത് കല്യാണിക്കുട്ടി അമ്മ ചോദിച്ചു, ഇയാൾ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത്ര കൺവിൻസിങ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മേക്ക് ബിലീഫാണല്ലോ. സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഇയാളത് എക്സ്പേർട്ടാണെന്ന് തോന്നുക എന്നുള്ളത് മാത്രമല്ല, അത് ആ എഫേർട്ട് എപ്പോഴും എടുക്കും, എല്ലാ കാര്യങ്ങൾക്കും എടുക്കും. അല്ല, അത് ഞങ്ങളും തമാശ പറയാറുള്ളതാണ്. അത് വളരെ
അൺഎക്സ്പെക്റ്റഡായിട്ട് ഉണ്ടായ ഒരു പ്രോജക്റ്റാണ്. ഞാൻ മോഹൻലാലുമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റാണ്. രഞ്ജിത്താണ് അത് എഴുതേണ്ടത്. അങ്ങനെ ഒരു കഥയൊക്കെ ആയി രൂപപ്പെട്ടു വന്ന സമയത്ത് ആ പ്രൊഡ്യൂസർ ചെന്ന് ലാലിനെ കണ്ടിട്ട് പറഞ്ഞു, അതിന് മുമ്പത്തെ എൻ്റെ ഏതോ സിനിമ ഓടാതിരിക്കുന്നുണ്ടോ ചെയ്ത്. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്നെ മാറ്റണമെന്ന് പറഞ്ഞു, വേറൊരു ഡയറക്ടറെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പ്രൊഡ്യൂസർ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അടുത്ത് പറഞ്ഞു ഇത് സിബിക്കുള്ള ഡേറ്റാണ്, സിബിക്ക് ഇഷ്ടമുള്ള പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ലാൽ ഇങ്ങനെ പറയുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന്, വേറൊരു പ്രൊഡ്യൂസറിലേക്ക് നമുക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു എനിക്കൊരു 1 മണിക്കൂർ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ഞാൻ വിചാരിച്ചു പുള്ളി എന്തായി 1 മണിക്കൂർ ചോദിച്ചാൽ ഞാൻ പ്രൊഡ്യൂസറെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും പ്രൊഡ്യൂസറെ സംസാരിക്കാമെന്ന് വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനും ഷാജി കൈലാസും കൂടെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നോ പറയേണ്ട ആവശ്യമില്ല, കാരണം അയാൾ എഴുതുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പ്രോജക്റ്റ് ഉണ്ടായി. ആദ്യത്തെ കഥ പുതിയൊരു കഥ ഉണ്ടാക്കി. മഞ്ജു വാര്യറാണ് അനിയത്തിയുടെ റോളൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഷൂട്ടിങ് ഞങ്ങൾ ദുബായിലാണ് തുടങ്ങിയത്. ആദ്യം ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് മഞ്ജു ഇവിടെ കല്യാണം കഴിച്ചു എന്നുള്ളൊക്കെ ന്യൂസ് വരുന്നു. അങ്ങനെയാണ് ദിവ്യ ഉണ്ണിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, ഈ സിനിമ സാറ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞത് ശരിയാണ്, ഇതിനൊക്കെ തന്നിട്ട് ഷാജി കുറേയൊക്കെ ഷാജി ഷൂട്ട് ചെയ്തതിനകത്ത് കുറച്ച് പോർഷനൊക്കെ സമയക്കുറവുണ്ട്. അതാണ് അതിൻ്റെ സത്യം. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോഴത്തെ നോക്കിയാൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഡിസിപ്ലിൻഡ് അല്ല ഇപ്പോഴത്തെ യങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നു, പിന്നെ ഡ്രഗ് അബ്യൂസ് ഇൻഡസ്ട്രിക്കകത്തുണ്ടെന്ന് പറയുന്നു. അങ്ങനത്തെ വിഷയങ്ങളോട് സാറിൻ്റെ ഒരു പ്രതികരണം എന്താണ്? ഇതൊന്നും ഞാൻ ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എല്ലാം പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടാവാം എന്നുള്ളതാണ്. നമുക്കറിയില്ല ഡയറക്റ്റ്. ഞാനങ്ങനെ എൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലാത്ത കാര്യങ്ങളാണ്, പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപകടകരമാണ്. അത് സിനിമയിൽ മാത്രമല്ല, നമുക്ക് എല്ലായിടത്തും ഉണ്ട് ഇതിപ്പം, അല്ലേ? കോളേജുകളിലും ക്യാമ്പസുകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ വന്നാലും ഇതൊക്കെ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അവിടെയൊക്കെ വന്നിട്ട് അങ്ങനത്തെ കുറേ കംപ്ലയിൻസൊക്കെ ഞാനവിടെ അക്കാഡമിയിലുള്ള സമയത്തൊക്കെ അങ്ങനത്തെ ഉള്ള കുറേ കംപ്ലയിൻസൊക്കെ വന്നിരുന്നു. പിന്നെ എല്ലായിടത്തും ഉണ്ട്. ഇത് എന്തുമാത്രം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും തന്നെയാണ്, അല്ലേ? അപ്പം അത് ഇൻഡസ്ട്രി, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇൻഡസ്ട്രി. ഇവരെല്ലാം നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗം തന്നെയല്ലേ. അപ്പം പിന്നെ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ പ്രിവിലേജ്ഡ് ആൾക്കാരാണെന്നുള്ളതിൻ്റെ ഒരു അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പെട്ടെന്ന് പറ്റും. അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെയൊക്കെ ആൾക്കാർ മുഖം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. ഞാൻ സിനിമയിലൊക്കെ എത്തി എൻ്റെ വഴിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഞാനാണെന്ന് തിരിച്ചറിയുന്നതൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഇപ്പോൾ വരുന്നവർ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു വിസിബിലിറ്റി കിട്ടുകയാണ്. കാരണം സോഷ്യൽ മീഡിയാസും ടെലിവിഷനും ഒക്കെ കേട്ട് ഇപ്പം നമുക്ക് ഇവരെയൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റത് ഞാനാണെന്ന് എനിക്ക് കുറച്ചുകൂടെ ആദ്യകാലത്തൊക്കെ എനിക്ക് ട്രെയിനിലും ബസ്സിലും ഒക്കെ സുഖമായിട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇപ്പോഴും പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആൾക്കാർ വന്നിങ്ങനെ നമ്മൾ സംസാരിക്കുകയോ ഫോട്ടോ എടുക്കുകയോ പരിപാടിയൊന്നും അന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്കൊക്കെ പെട്ടെന്ന് ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇത് ഞാൻ വലിയൊരു സംഭവമാണെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങുന്നുണ്ട്. അവരുടെ കുഴപ്പമില്ല, പുറമേ നിന്ന് അവർക്ക് കിട്ടുന്ന ആ വിസിബിലിറ്റിയെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ന്യൂ നോർമൽ എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്, അല്ലേ? അതൊക്കെ സാധാരണ കാര്യം. പറയാൻ പോലും മടിയില്ലല്ലോ. ഞാനത് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പോലും പലർക്കും മടിയില്ല. പണ്ടത്തേത് വെച്ച് നോക്കുമ്പം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നു. അവിടെ ഈ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കോൺട്രവേഴ്ഷ്യലായി മാറുന്നു. അപ്പോൾ അതിനെങ്ങനെ കാണുന്നത്? ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ ഒരു കൾച്ചറിൽ, അത് ഗുണകരമായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലത് ഗുണകരമാവും, ചിലത് കോൺട്രവേഴ്സി കൊണ്ട് തന്നെ പടം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രവേഴ്സീസ് ഉണ്ട് പലപ്പോഴും. ഇത് നമുക്ക് തന്നെ അറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായ ഒരു പടം
ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സൊക്കെ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി. പത്മാവതി എന്നൊക്കെ പറയുന്ന സിനിമകൾക്കൊക്കെ അത് ക്രിയേറ്റഡ് ആണെന്നും പറയുന്നുണ്ട്. എന്തായാലും ആ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ചില കമൻസോ കാര്യങ്ങളോ ഒക്കെ അതിന് ആൾക്കാർ പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടല്ലോ ആ സിനിമ. അത് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ നാച്ചുറലായിട്ടുണ്ടാകുന്നതും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം മഞ്ഞുമൽ ബോയ്സിനെ പറ്റി വന്ന ആ ഒരു അതിനു മുമ്പ് തന്നെ പടം ഹിറ്റാണ്. പക്ഷേ അതിനെ കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുപോയത് ചിലപ്പോൾ ഇപ്പോൾ കാരണം മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ അത് കാശ് ഇപ്പം നമ്മുടെ ലീഡിങ് ന്യൂസ് പേപ്പറിനകത്ത് അങ്ങനെ ഒരു പബ്ലിസിറ്റി വരണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം. ഇതിപ്പോൾ ഫ്രണ്ട് പേജിലോ അല്ലെങ്കിൽ സെൻറ്റർ പേജിലോ അതിൻ്റെ ഒരു വാർത്ത വരികയല്ലേ, ഒരു 1 കോളം ഒരു ഹാഫ് പേജിൻ്റെ ലെങ്ത്തിൽ വാർത്ത വരുമ്പോഴത്തേക്ക് അതിന് വായിക്കുന്നവർക്ക് എന്നാൽ പിന്നെ ഇതെന്തെന്ന് കണ്ടു കളയാമെന്ന് ചിന്തിക്കുമല്ലോ. അത് അവർക്ക് ഗുണം ചെയ്തെന്നുള്ളതാണ്. പലപ്പോഴും ചില സിനിമകളെക്കുറിച്ചൊക്കെ ഈ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തുണ്ടാകുന്ന ചില ഒരു കാഴ്ചപ്പാടുകളുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇന്ന ഭാഷ പറയാൻ പാടില്ല, ഇന്നയാളുടെ പേര് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നവർക്ക് തിരിച്ചടിക്കുക. കാരണം അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അപ്പോഴത്തേക്ക് കാണാൻ തയ്യാറായി വരുന്നുണ്ട്. മറ്റുള്ളവരിത് കാണണ്ട എന്ന് ധരിച്ചിട്ട് അല്ലെങ്കിൽ ഇത് നിരോധിക്കണം അല്ലെങ്കിൽ ഇത് ബാൻ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് വരുന്നവരുടെ ആ ആർഗ്യുമെൻറ്റിനെ പൊളിക്കുന്ന രീതിയിൽ അതിന് പെട്ടെന്നൊരു വൈഡർ അക്സെപ്റ്റൻസോ പബ്ലിസിറ്റിയോ കിട്ടി വരുന്നുണ്ട്.